അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ 3 പേരും റെഡിയായി മുറ്റത്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മയും വന്നിട്ടുണ്ട് രാവിലെ തന്നെ. നല്ല മഞ്ഞായതുകൊണ്ട് തന്നെ അമ്മ നിലുവിന് തൊപ്പി ഇടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നിലു തൊപ്പി കുറച്ച് അലർജി ആയതുകൊണ്ട് ഊരിക്കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ട്രെയിനിലിരുന്ന് യാത്രയൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിച്ചു. കുറേ സ്റ്റേഷൻ കടന്നുപോയി. ഇത് ഞങ്ങളൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്തു. കൊല്ലത്തെത്തുമ്പോൾ സമയം രാത്രി 7 മണിയായി. അച്ഛനപ്പോഴത്തേക്ക് കാറും എടുത്ത് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. പോകുന്ന വഴിക്ക് കുറേ സെലിബ്രേഷൻസും അലങ്കാരങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ബിക്കോസ് നാളെ ക്രിസ്മസ് ആണ്. നമ്മുടെ നാട്ടിലേക്കാൾ ആഘോഷങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അടിപൊളിയാണ്. നമ്മളിപ്പോൾ പോകുന്നത് അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 14 കിലോമീറ്റർ ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. പോകുന്ന വഴിക്ക് ക്രിസ്മസ് ട്രീയും സ്റ്റാർസും പുൽക്കൂടും കരോളും ഒക്കെ കാണാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു അതൊക്കെ. പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു കാണാൻ. 7-8 മണിക്കൂർ യാത്ര ചെയ്ത ക്ഷീണമൊക്കെ കരോളൊക്കെ കണ്ടപ്പോൾ മാറി കിട്ടി. അങ്ങനെ നമ്മൾ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തെത്തി. ഇനി കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. രാവിലെ എണീറ്റ് മുറ്റത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് തൊട്ടപ്പുറത്ത് പുഴ ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ പുഴയോരത്ത് പോവുകയാണ്. നിലുവിന് പുഴ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. രാവിലെ തന്നെ ആയതുകൊണ്ട് പുഴയും അതിൻ്റെ ചുറ്റൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ഞങ്ങൾ മൺട്രോ തുരുത്തിലേക്കുള്ള യാത്രയാണ്. നേരത്തെ ആയതുകൊണ്ട് തന്നെ തുരുത്തിലേക്ക് തിരക്കില്ലാതെ പോകാൻ പറ്റി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ തുരുത്തിലേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് നടന്നു. അച്ഛനെ നല്ല മുന്നിൽ പോവാണ്. 4 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ടതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ഇവിടെ ബോട്ട് യാത്രക്കാരും മീൻപിടുത്തക്കാരും വിനോദസഞ്ചാരികളും എല്ലാവരും ഉണ്ട്. ഇവിടുന്ന് ഞങ്ങൾക്ക് പൊന്മാൻ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ നേരെ പോയത് 1878 ഡച്ചുകാരുണ്ടാക്കിയ പള്ളി കാണാനാണ്. ഇതും തുരുത്തിൽ തന്നെയാണ്. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കുറേ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനും പറ്റി. പിന്നെ കുറച്ച് നേരം തുരുത്തിൽ കറങ്ങിയ ശേഷം ജങ്കാറിൽ വരാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി വണ്ടി ജങ്കാർ വരുന്ന സ്ഥലത്തേക്ക് ഇറക്കി വെച്ചു. ഞങ്ങൾ ആരും ഇതുവരെ ജങ്കാറിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വണ്ടി ഉൾപ്പെടെ കയറ്റുന്നത് കൊണ്ട് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ജങ്കാർ വന്നു ഗൈസ്. ജങ്കാറിൽ നിന്ന് ഇനി കുറേ ആളുകളും വണ്ടിയും ഒക്കെ ഇറങ്ങാനുണ്ട്. ഇവിടുന്ന് കുറേ ആളുകളും വണ്ടിയൊക്കെ അങ്ങോട്ട് പോകാനുണ്ട്. നമ്മളെ വണ്ടി ഇതാ ജങ്കാറിലേക്ക് കയറ്റുകയാണ്. ഇതുകൊണ്ടേ പോകുന്നു ഞാൻ. നമ്മളും വണ്ടിയും എല്ലാവരും അക്കരയ്ക്ക് പോവാണ്. ഇതിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. ബസ്സിലെ പോലെ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് ഇതിനകത്ത്. തുരുത്തുനിന്ന് കൊല്ലത്തേക്ക് ഇവിടുന്ന് വെറും 70 രൂപയാണ് വാങ്ങിയത്. ഈ ജങ്കാറിലെ യാത്ര ലൈഫിലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്പീഡ് ബോട്ട് യാത്ര പോലെ ഉണ്ടായിരുന്നു. ഞങ്ങളത് ഇക്കരെ എത്തി. അച്ഛനെന്താ വണ്ടി ഇറക്കുകയാണ്. ഇവിടെ ഞങ്ങൾ നേരെ പോയത് തിരുവല്ലവാരം ബീച്ചിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്കാണ്. ലൈറ്റ് ഹൗസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പക്ഷെ മുകളിലെത്തിയപ്പോൾ ഉള്ള വ്യൂ വാ അടിപൊളി. ഞങ്ങളാരും വിചാരിച്ച പോലെയല്ല, നിലവിലായിരുന്നു ഏറ്റവും കൂടുതൽ എനർജി. മുകളിലെത്തിയപ്പോൾ അടിപൊളി കാറ്റും സൂപ്പർ വ്യൂ. കൊല്ലംകാരെ, നിങ്ങളെ ലൈറ്റ് ഹൗസ് അടിപൊളിയാണ് കേട്ടോ. സ്റ്റെപ്പ് കയറിയ ക്ഷീണം മാറ്റിയിട്ട് ഞങ്ങൾ പോയത് ആശ്രാമം മൈതാനത്തിലേക്കാണ്.
അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. കുറേ ചെടികളും പൂക്കളും ബോൺസായി ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛന് ബോൺസായി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അച്ഛൻ്റെ റേറ്റും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇവിടെ വെറൈറ്റി പൂക്കൾ കുറേ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഒരുപാടുണ്ട്. നീലു ഇടയ്ക്ക് അവിടെയുള്ള പൂക്കളൊക്കെ പറിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞങ്ങൾ മുറുക്കെ പിടിച്ചതാ. ഇതിന്റെ മറുവശത്ത് പെറ്റ് ഷോ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ചേട്ടൻ പാമ്പിനെ കഴുത്തിലിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവിധ ചെടികളും പൂക്കളും പിന്നെ പലതരം പക്ഷികളെയും കാണാൻ പറ്റി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് കൊല്ലത്തെ ഫേമസ് കടയായ എഴുത്താണിയിലേക്കാണ്. അവിടുത്തെ പൊറോട്ടയും മട്ടനും വെട്ടുകേക്കും എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ എഴുത്താണിയിലേക്ക്. നമ്മളെ നാട്ടിലെ വെട്ടുകേക്ക് കിട്ടുമെങ്കിലും ഇതിന്റെ ടേസ്റ്റും പേരും ഒക്കെ വ്യത്യസ്തമാണ്. ഇതിന്റെ ടേസ്റ്റ് പോലെ തന്നെ ഇതിനിവിടെ ഭയങ്കര ഡിമാൻഡാണ്. കുറച്ച് വെട്ടുകേക്കും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. റൂമിലെത്തി വെട്ടുകേക്കും ചായയും കുടിച്ച് ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവരുടെ വീട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിരുന്നു. അവിടുത്തെ പുൽക്കൂടും കുഴിയും ഒക്കെ സൂപ്പറായിരുന്നു. അവിടെ എത്തിയപാട് അവർ ഞങ്ങൾക്ക് വൈനും കേക്കും തന്നു. പുൽക്കൂട്ടിലുള്ള എല്ലാ സാധനങ്ങളും നിലു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം അത് ഭയങ്കര ഇഷ്ടമായി. ശേഷം അവിടുന്ന് ഭക്ഷണവും കഴിച്ച് പായസവും കുടിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. ടെക്നോ പാർക്ക് വഴിയാണ് തിരിച്ച് റൂമിലേക്ക് പോവേണ്ടത്. അവിടെ ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ കൊല്ലത്തിന് ട്രെയിൻ കയറി കോഴിക്കോടേക്ക് തിരിച്ചു. അങ്ങനെ ഈ യാത്ര അവസാനിക്കുന്നു.